മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മലയാളം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 9 മണിയായി. അപ്പം കാര്യങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി. നമ്മളിപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ന്യൂസ് വെടിനിർത്തൽ 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഈ ട്രംപിൻ്റെ ഈ ട്വീറ്റ് വന്നപ്പം ആരും വിശ്വസിച്ചില്ല. കാരണം ഇത് കുറേ നേരം ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞ് കുറേ റൂമറുകൾ ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പം അതിനുശേഷം പിന്നെ അത് സത്യമാണെന്ന് ബോധ്യമായി. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അത് നിഷേധിച്ചു. പിന്നെ ഇപ്പം ഫൈനലായിട്ട് വരുന്നത് സത്യമാണ്, സംഭവം നെഗോഷിയേഷൻസ് അണ്ടർഗ്രൗണ്ടിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കുറേ ന്യൂസുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 3 രാജ്യങ്ങളാണ് അതിന് മീഡിയേഷൻ വഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് പിന്നെ പല വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ കാര്യമനുസരിച്ച് നമ്മൾ നോക്കുകയാണ്. നിങ്ങളറിയാം, ഇപ്പോൾ നിങ്ങൾ ധാരാളം ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിരുന്ന യാതൊരു കാര്യമില്ല. എന്തായാലും ഇറാൻ്റെ സീനിയർ ഒഫീഷ്യൽസുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്തു. അതിന് മീഡിയേഷൻ വഹിക്കുന്നത് 3 രാജ്യങ്ങളാണ്. ആ 3 രാജ്യങ്ങളാണ് അതിന് മീഡിയേഷൻ വഹിക്കുന്നത്. കാരണം ഗൾഫ് കൺട്രീസ് തന്നെ ആയിരിക്കും. കാരണം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു മോഹം 2 കൂട്ടർക്കും ഉണ്ട്. ഒരു കൂട്ടർക്കും, ട്രംപിന് മാത്രമല്ല ഇറാനും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നൊരു മോഹമുണ്ട്. കാരണം അത്രയ്ക്ക് നാശനഷ്ടങ്ങളാണ് ഇറാൻ്റെ സൈഡിലുണ്ടാകുന്നത്. ട്രംപിനും എങ്ങനെയെങ്കിലും അതിന് തലയൂരുകയും ചെയ്യണം. കാരണം പണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ച പോലെ പെട്ടെന്ന് നിർത്താം എന്നുള്ള രീതിയിലാണ് ഇത് ആക്രമണം തുടങ്ങിയത്. പക്ഷെങ്കിൽ പിടിച്ചതിനേക്കാൾ വലുതാണ് പനത്തിലുള്ളതെന്ന് പണ്ട് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ കണക്കായിരുന്നു ട്രംപ് പെട്ടുപോയത്. അപ്പം ഇവിടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന് അവരുടെ വലിയ ഒരു പിന്നെ ആയുധ ശേഖരത്തെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ചെയ്ത് പുറത്തു വിട്ടിരുന്നു. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇറാൻ്റെ പക്കൽ ധാരാളം സാധനങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം ട്രംപും വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒരു സമവായത്തിലെത്തിയില്ല. അപ്പോൾ അതിന് ഉള്ള ഒരു അവസാന ആണിയടി എന്ന രീതിയിലാണ് ഇന്നലത്തെ ആ ഒരു പ്രഖ്യാപനം. 48 മണിക്കൂറിനകം ഹോർമൂസ് ക്ലിയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആക്രമിക്കുക എന്ന് വളരെ പ്രത്യാക്രമണം, വാഗൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമൊക്കെ നടത്തിയത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ 48 മണിക്കൂറിനകം എന്തെങ്കിലും ഒന്നും ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രംപിന് പിന്നെ തലയും മുണ്ടിട്ട് നടന്നാൽ മതി, ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു സെറ്റപ്പാണ് ഇതെന്നാണ് നമുക്കിപ്പം മനസ്സിലാകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിന് ഗൾഫ് രാഷ്ട്രങ്ങൾ വളരെയധികം 2 സ്ഥലങ്ങളിലും രണ്ട് കൂട്ടരോടും വളരെയധികം സമ്മർദ്ദം ചെലുത്തി ഇതൊരു സമവായത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വേറെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലായി നമുക്ക്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ഗോൾഡിനെ പറ്റി ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, ഇല്ലേ? ഈ ഗോൾഡ് മാർക്കറ്റ് സാധാരണ യുദ്ധം വരുമ്പോൾ ഗോൾഡ് കയറുക ചെയ്യേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം ഗോൾഡ് നേരെ തല കീഴെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഗോൾഡും താഴോട്ട് ഇറങ്ങി. അപ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണയല്ല, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഗോൾഡിൻ്റെ ഭാവി ഇനി എന്താകും, ഇനിയും പഴയ പോലെ തിരിച്ച് കയറുമോ എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ആ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒരു തീരുമാനമായി. അപ്പം മാർക്കറ്റ് തിരിച്ച് കയറിയപ്പം, അല്ലെങ്കിൽ ഈ അൺസർട്ടനിറ്റി മാറിയപ്പം ഗോൾഡും അതിൻ്റെ കൂടെ തന്നെ പറന്ന് കയറി. അപ്പം അതിനർത്ഥം മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീതി ഇപ്പോൾ ഓൾറെഡി വന്നു. നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. സിൽവർ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ അൺസർട്ടനിറ്റി മാറുമ്പം തിരിച്ച് വീണ്ടും പഴയ ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ അത് ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോൾഡ് പഴയ ലെവലിലേക്ക് എത്താൻ ഭാവിയിൽ വീണ്ടും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് SIP ചെയ്യുന്നവരും കയ്യിലുള്ളവരും ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ആവറേജ് ചെയ്തവർക്കൊക്കെ ഒന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 22,750 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം, ഇല്ലെങ്കിൽ നമുക്ക് 23,000 മോളോട്ടും ഈ ഓപ്പണിംഗ് റേഞ്ച് സസ്റ്റെയിൻ ചെയ്ത് മോളോട്ട് കയറി പോകണം, ഇല്ലേ? അങ്ങനെ ഈ 2 ഓപ്പർച്യൂണിറ്റി മാത്രമേ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞത്, ഒന്നുകിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ലെവലിൽ ഇവിടുന്ന് പതുക്കെ മോളോട്ട് പോയി തിരിച്ചവിടെ തിരിച്ച് താഴെ വരണം, ഇല്ലെങ്കിൽ നേരെ താഴോട്ട് ഇറങ്ങി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തായിട്ട് പോകുകയാണെങ്കിൽ ഡിസസീവായിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഈ നമ്മുടെ 22,750 ബ്രേക്ക് ചെയ്ത് നേരെ താഴെ പോകുന്നത് റീടെസ്റ്റ് ചെയ്ത്, ഇല്ല 22,750 വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്ത് നേരെ താഴെ പോയി. ഓക്കെ, അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നേരെ പിന്നെ താഴെ പോയി നമുക്ക് കറക്റ്റ് 22
22,500 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് ഓൾറെഡി ഇല്ലേ, ക്ലിയർ ആയിട്ട് നമ്മളോട് വരച്ചിട്ടുണ്ട്. 22,500 സപ്പോർട്ട് ആയിരിക്കും മിക്കവാറും സപ്പോർട്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് അവിടെ ഇന്ന് വൈകുന്നേരം വരെ ഓൾമോസ്റ്റ് അവിടെ വരെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ റിക്കവറി നടത്തി. ഈ റിക്കവറി നടത്തിയപ്പോഴും ഞാനൊരു വര ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോ ഇല്ല, ഈ ലൈൻ ഓൾറെഡി വരച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ പോയിന്റിൽ തന്നെ വന്നു, ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോയിൽ വന്ന് തട്ടി മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, തിരിച്ച് 2 പ്രാവശ്യം വന്ന് തിരിച്ച് വന്നു, വീണ്ടും അവിടെ തന്നെ തട്ടി നേരെ തിരിച്ച് മാർക്കറ്റ് തിരിച്ച് താഴെ പോയിരുന്നു. അത്രേ ഉള്ളൂ, വേറെ കൂടുതൽ സംസാരിക്കാനില്ല. വേറെ നമുക്ക് മാർക്കറ്റ് ഒരു 500 പോയിന്റ് ഓൾറെഡി ഡൗൺ ആയി, പിന്നെ ഇനി അതിനകത്ത് വേറെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം സംഗതി മുഴുവൻ നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മളെ ചതിച്ച ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. കറക്റ്റ് ഈ സംഭവം, ഈ ന്യൂസ് വന്നത് എപ്പോഴാണെന്നറിയാം, ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 5 മിനിറ്റിന് ശേഷമാണ് ഈ ന്യൂസ് വന്നത്. അപ്പം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കണം മാർക്കറ്റിനകത്തിൽ എത്രമാത്രം മാനിപ്പുലേഷൻസ് നടത്താൻ പറ്റും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആൾക്കാർ, അതായത് ഒരു സംഭവം ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്തിലുള്ളവർ ശ്രദ്ധിക്കുന്നുള്ള കാര്യം നമുക്കിന്ന് മനസ്സിലാവും. കറക്റ്റ് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് നിഫ്റ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് നോക്കിക്കേ, ഇത് ഏകദേശം കണ്ട 1:05 1:10 1:15 ഈ ന്യൂസ് വെളി വന്നത്. 1:15 എന്ന് പറയുമ്പോൾ അല്ല 2 മണി 1 മണിക്ക് ശേഷം പറഞ്ഞാൽ നിങ്ങളുടെ 3:30, നമ്മുടെ നാട്ടിലെ 3:30, ഇത് ഇവിടുത്തെ സമയമായി കാണുന്നത്. 3:30 ശേഷം നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 3:30 ശേഷമാണ് ഇതിപ്പോൾ ഈ ക്യാൻഡിൽ വീണ കണ്ടോ, എപ്പോഴാണ് വീണത്? ഇത് ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി പിന്നെ ഓപ്പൺ ആകുന്നത് 2 മണിക്ക് ഓപ്പൺ ആകുന്നത്. 2 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 4:30. ഇത് വന്നതിന് ശേഷം ഈ 3:30 ശേഷമാണ് ഈ ന്യൂസ് പുറത്ത് വന്നതും മാർക്കറ്റ് അവിടെ നിന്ന് പറന്ന് കയറിയതും. അതിനുശേഷം ഈ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നിലവിൽ റൺ ചെയ്യുന്ന ഏകദേശം 1000 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇവിടെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ ഏകദേശം 1000 പോയിൻറ്റ് 1037 പോയിൻ്റ് ഉണ്ട് ഹൈ പോയേക്കുന്നത്. ഇപ്പം നിലവിൽ മാർക്കറ്റ് ഓടുന്നത് ഏകദേശം 950 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നാളെ ഏകദേശം ഒരു 1000 പോയിൻറ്റിന് മുകളിലുള്ള ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അറ്റ് പ്രസൻറ്റ് സൂചിപ്പിക്കുന്നത്. ഡൗ ജോൺസ് നോക്കുവാണെങ്കിലും ഡൗ ജോൺസും ഏകദേശം 1000 പോയിൻറ്റ് അപ്സൈഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം 1019 പോയിൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും ഏകദേശം 500 പോയിൻറ്റിനടുത്താണ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ നാളെ എന്തായാലും ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ചോദ്യം. നാളത്തെ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ വേറെ കൂടുതലും സംസാരിക്കുകയാണെന്നില്ല, നാളത്തെ ഗ്യാപ്പ് അപ്പിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ 1000 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നാളെ 23,500 മാർക്കറ്റ്, 23,500 ആയിരിക്കും ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റിയേക്കാം. ഈ 23,500 എന്ന് പറയുന്ന നമ്പർ ഇതാണ്. ഓക്കെ, ഇവരെ നമുക്ക് ഒരു സ്പെഷ്യൽ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം, അതൊന്ന് വലുതാക്കാം. ഓക്കെ, ഇതാണ് 23,500 എന്ന് പറഞ്ഞ സംഗതി. ഒന്നുകിൽ മാർക്കറ്റ് നാളെ ഇപ്പം നിലവിലത്തെ അവസ്ഥ തന്നെ മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 23,367 23,500 ഇടയ്ക്കാണ്. ഈ 2 ലൈൻ്റെ ഇടയ്ക്ക്, ഇത് 2 ഗ്രീൻ ആക്കിയിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഈ 2 ലൈൻ്റെ ഇടയ്ക്കായിരിക്കും നാളെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത്രയാണ്, ഇത് 22,500, നാളെ ഇത് 23,500, ഈ 2 ലൈൻ ഇതിനിടയ്ക്ക് ഈ ഏരിയയിലായിരിക്കണം ഒരു പക്ഷെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ. ഇപ്പോഴത്തെ സിനാരിയോ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നെ 23,500 മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് താഴെ വരും. അങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സംഗതി പറഞ്ഞാൽ ഈ ലെവലാണ്. ഈ ലെവലെന്ന് പറയുമ്പം ഏകദേശം ഈ ലെവൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. കാരണം വലിയ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് അല്ലേ. ഓക്കെ, നിങ്ങൾ നാളെ ഈ 23,500 റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 23,276 സപ്പോർട്ട് എടുക്കുന്നുള്ളൂ. 23,367 ഉണ്ട്. അതിന് താഴെ നമുക്ക് ഇത് ഇച്ചിരി കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ നമ്മൾ മാറ്റേണ്ടി വരും. ഈ ലൈൻ നമുക്ക് ഇതാണ്. ഇപ്പോൾ ഞാനൊരു ബ്ലൂ കളറാക്കാം. ഓക്കെ,
അപ്പോൾ ഈ നമ്മൾ നാളെ നോക്കേണ്ടത് മാർക്കറ്റ് ഹ്യൂജ് 1000 പോയിൻറ്റിൻ്റെ അടുത്ത് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മളെന്താ നോക്കേണ്ടത്, 23,500-നും 23,336-നും ഇടയ്ക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 23,210 ആയിരിക്കും. 23,210 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 23,000 സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ നമ്മൾ ശ്രദ്ധിക്കുക. നാളെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മാർക്കറ്റിൻ്റെ ആ സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് രാത്രിയുടെ ന്യൂസുകളും ഇതിനെ ധാരാളം ഇമ്പാക്റ്റ് ചെയ്യും. ഈ രാത്രി പലതും ആരും അറിയാമല്ലോ. അണ്ണൻ രാത്രി പകൽ ഉറക്കം എഴുന്നേറ്റതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അവിടെ പുള്ളി ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എന്തോ പറയുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം നാളെ ഞാൻ പറഞ്ഞല്ലോ 23,500 ഏരിയയ്ക്ക് അടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ലെവലുകൾ നമ്മൾ വാച്ച് ചെയ്യും. ഈ ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 23,336-ഉം 23,210, പിന്നെ പോയി കഴിഞ്ഞാൽ 23,500 എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത്രയും ഏരിയയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കി മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ അതിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ലൈവ് മാർക്കറ്റിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് പുതിയ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, അതിൻ്റെ നമ്പർ ഞാൻ ഈ ഫസ്റ്റ് കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയോട് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഏകദേശം 2000 പോയിൻറ്റിനടുത്ത്, 2000 പോയിൻറ്റിന് മുകളിൽ, 2000-ഓ അതിലധികമോ പോയിൻ്റ് മുകളിലായിരിക്കും നാളെ എന്തായാലും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിന് ആവശ്യമില്ല. ഇനി നാളെ ആണെങ്കിൽ അങ്ങനെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ 51,500 റേഞ്ചിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 53,500, 51,200, 53,500 എന്നുള്ളൊരു ലെവലിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 53,500 എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഓക്കെ, ഈ ലൈനാണ്. ഇത് കനത്തിലിട്ടേക്കാം, കളർ ഗ്രീൻ ആക്കിയേക്കാം. ഓക്കെ, 53,500 എന്ന് പറയുന്ന ഈ ലെവൽ, ഈ റേഞ്ചിലായിരിക്കും നാളെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ 51, 2, 53. ഓക്കെ, ഈ ഏരിയയിൽ എന്ത് സംഭവിക്കും നോക്കുക. ഈ ലൈൻ നിർണായകമാണ്. ഈ ലൈനിൻ്റെ മുകളോട്ടോ താഴോട്ടോ ആണോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കി വേണം ബാക്കി നമുക്ക് ഫർദറായിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടത്. അതൊക്കെ അന്നേരപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, അടുത്തത് നമ്മുടെ മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ, മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓടാനാണേലും വീഴാനാണേലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ആര് മിഡ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മിഡ് ക്യാപ്പ് നാളെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12,174, 12,680 നാളെ മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, ഇതെല്ലാം നമ്മളൊരു എന്താ പറയുന്ന ഒരു ആവറേജ്, ഒരു ഏകദേശ രൂപമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 12,300, 12,670, ഇതിന് മുകളിൽ ഈ 12,680-നും 12,907 ഇടയ്ക്കായിരിക്കും നാളെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അതുകൂടെ നമ്മളൊന്ന് ഗ്രീൻ ആക്കിയിട്ടേക്കാം ഒന്ന്. ഓക്കെ, ഇതിനിടയ്ക്കായിരിക്കണം നാളെ ഇപ്പോഴത്തെ സിനാരിയോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 12,680-നും 12,907 ഇടയ്ക്കായിരിക്കും നാളെ നിഫ്റ്റി നമ്മുടെ മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. ഏകദേശം 12,174-ൽ നിന്ന് ഒരു 500-600 പോയിൻറ്റിന്, ഒരു 400 മുതൽ 600 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ആയിരിക്കും മിക്കവാറും മിഡ് ക്യാപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയത്തില്ല. കാരണം ഓരോരോ സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെൻസെക്സോട് ഒന്ന് പറഞ്ഞേക്കാം. സെൻസെക്സ് നിങ്ങൾക്ക് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് സെൻസെക്സോട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ നാളത്തെ സിനാരി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ സെൻസെക്സ് ഒരു 2,500 മുതൽ 3,000 പോയിൻറ്റ് വരെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നിലവിൽ ഉണ്ട്. 22,780, 22,600 റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തത്. അപ്പോൾ 22,600 പോയിട്ട് ഒരു 75,500, അതായത് ഇതിന് മുകളിലായിരിക്കണം നാളെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത. ഗ്രീൻ കളറിലാക്കിയേക്കാം. ഓക്കെ, ഇച്ചിരി കനം ആക്കിയിട്ടേക്കാം. 76,802 ഇതിന് മുകളിൽ ഈ ഒറ്റ ലൈൻ മതി. 75,447. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 72,600, 72,300, 75,400. ഓക്കെ, ഈ ഏരിയയിൽ 75,447 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലായിരിക്കും നാളെ ഓപ്പൺ ചെയ്യുന്നത്. നാളെ നമ്മുടെ സെൻസെക്സ് ഓപ്പൺ ചെയ്യാനുള്ള
ഒരു മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, ശകലം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് 75,350 റേഞ്ചിലായിരിക്കണം. ഈ ഏരിയയിലാണ് പിന്നെ സെൻസെക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പം സെൻസെക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് താഴോട്ടാണ് നോക്കുക. മുകളിലോട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ലൈൻ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നോക്കുക. അല്ല താഴെയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരുമോ, അത് ബ്രേക്ക് ചെയ്യുമോ എന്താണെന്നുള്ളത് അന്നേരത്തെ സിനാരിയോ മാത്രം അനുസരിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാക്കിയൊക്കെ നമുക്ക് ഇന്ന് രാത്രി എനിക്കറിയാം സി എടുത്തവർക്കും പി എടുത്തവർക്കും ഒന്നും രാത്രി ഉറക്കം കാണത്തില്ല. ഗിഫ്റ്റ് നിഫ്റ്റി എപ്പോഴും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. എന്തായാലും ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതുവരെ നാളെ ഞാൻ ഏർലി മോർണിംഗിൽ ജസ്റ്റ് പറ്റുന്നെങ്കിൽ ഒരു ഒരു വോയിസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ഗ്രൂപ്പിൽ ചേരേണ്ട നമ്പർ ഞാൻ ജസ്റ്റ് നമ്മുടെ പിന്നെ ഫസ്റ്റ് പിന്നിൽ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.